ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്താണെന്നോ, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോർട്സ് വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒരു 10,000-70,000 പേരോളം കണ്ട് ഒരുപാട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയൽ എവിടെ നിന്നാണ് ഉണ്ടാക്കിയതെന്നും ഇതിന് എത്ര രൂപ ചിലവായെന്നും അതൊക്കെയാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആയിട്ട് നമുക്കൊരു കുഞ്ഞു വീഡിയോ ആയിട്ടിടാം. ഇതെന്തും കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും ഇതിന് എത്ര രൂപ ചിലവായെന്നും ഒക്കെ പറഞ്ഞിട്ട് ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടു കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടമായെന്നും പറഞ്ഞ്. പക്ഷേ ആ നമ്മൾ ഓൺലൈനിൽ കണ്ട മെറ്റീരിയലിന് ഇതിൻ്റെ ഈ മുനയുണ്ടല്ലോ അത് ഇത്രയും കൂടെ നീളത്തിലുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചെത്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലിനൊക്കെ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അത്രയും മുനയ്ക്ക് നീളമാക്കാതെ ചെറിയൊരു നീളം മാത്രമാക്കിയിട്ടാണ് നമ്മൾ പണിതിച്ചത്. അതേപോലെ തന്നെ ഉണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ മുനയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇതിൽ ഈ 5 പല്ലിൻ്റെ ഇതേപോലെ 2 സൈഡ്, അതേപോലെ ഈ മൂലയ്ക്കും നല്ല മൂർച്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെത്തുമ്പോൾ വേരൊക്കെ കുടുങ്ങിയാൽ അത് ഫുള്ളായിട്ട് നമുക്ക് വേരടക്കം ഇങ്ങ് പറഞ്ഞു പോരുവേ. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈനിലൊക്കെ അവർ നല്ല ഇരുമ്പിൻ്റെ പിടിയൊക്കെയല്ലേ ഇട്ടേക്കുന്നത്. നമ്മുടെ സാധാരണ തൂമ്പായിക്കൊക്കെ ഇടുന്ന പിടിയില്ലേ, കൈപ്പിടി അതായിട്ട് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ തൂമ്പായിക്ക് ഇടുന്ന പോലെ റൗണ്ടിലാണ് കേട്ടോ ഇതിൻ്റെ പിടിയിടാൻ വേണ്ടിയിട്ട് ആക്കിയതും അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ തൂമ്പായുടെ പിടിയും സാധാ പിടിയാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഒട്ടും കനവില്ല കേട്ടോ. നൈസാണ്. നമുക്ക് എടുത്ത് എന്താ പറയുക, എത്ര ആരോഗ്യം ഇല്ലാത്തവർക്കും എടുത്ത് ചെത്താൻ പറ്റും കേട്ടോ. നമ്മുടെ തൂമ്പയ്ക്കൊക്കെ ആണെങ്കിലും നല്ല കനവില്ലേ മമ്മട്ടിക്കൊക്കെ. അപ്പോൾ അതിൻ്റെ പിടിയുടെ കനവും കൂടി ആകുമ്പോൾ നമുക്ക് ചെത്തുമ്പോൾ നല്ല വെയിറ്റ് തോന്നാറില്ല. പക്ഷേ ഇതിനൊട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. നമുക്ക് ചെത്താൻ ഈസിയാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്താണ്. അപ്പോൾ ഞാൻ ഇതും കൊണ്ടൊന്ന് ചെത്തി കാണിക്കാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. എന്താണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ മെറ്റീരിയലും കാണിക്കുന്നുണ്ട്, അതുപോലെ ഉണ്ടാക്കിയതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഷോർട്സ് ഇട്ട വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇതുകൊണ്ടുള്ള നമ്മളെങ്ങനെയാണ് നമ്മൾ പുല്ല് ചെത്തിക്കളയുന്നതെന്നും എളുപ്പമാണെന്നൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ചെത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഈ മുകളത്തെ പുല്ലേ നമ്മൾ സാധാരണ മമ്മട്ടിക്കൊക്കെ ചെത്തിക്കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും മണ്ണൊക്കെ കുടഞ്ഞെടുത്ത് കളയണ്ടേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഈ അറ്റത്തുള്ള ഈ ബ്ലേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് പുല്ല് വേർതിരിച്ചെടുക്കാം. മണ്ണ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. പുല്ല് നമുക്ക് വേർതിരിച്ച് ഒട്ടും മണ്ണില്ലാതെ ഇതുപോലെ നമുക്ക് നമ്മുടെ പുല്ല് വേർതിരിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ആ വീഡിയോയ്ക്ക് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്നെപ്പോലെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചിരലെ കല്ല് അതിലൊന്നും പറ്റില്ല, നല്ല ഇളകിയ മണ്ണിലേ പറ്റുള്ളൂ എന്നൊക്കെ കേട്ടോ. പക്ഷേ ഇത് കണ്ടോ, ഈ മണ്ണ് നല്ല തറഞ്ഞ മണ്ണാണ്. പക്ഷെ നമ്മളിത് ഓൺലൈനിലെ സംഭവം അതെനിക്കറിയില്ല. കാരണം അതിൻ്റെ ബ്ലേഡൊക്കെ നല്ല നീണ്ടിരിക്കുന്ന ബ്ലേഡാണ്. അതിന് ഉറപ്പുണ്ടോ കട്ടിയുണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞുണ്ടാക്കിയത് കൊണ്ടുണ്ടല്ലോ ഈ ബ്ലേഡിന് നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ അത്യാവശ്യം ചരലൊക്കെ ഉണ്ട്. അത്രയ്ക്ക് നല്ല മണ്ണ് മാത്രമൊന്നുമല്ല കേട്ടോ, കല്ലുകൊണ്ട് ചരലുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുണ്ടാക്കിയിട്ട് അതുകൊണ്ട് നമുക്കറിയാം കേട്ടോ ഇത് ചരലിൽ കൊത്തിയാലും. പിന്നെ വലിയ കല്ലിലൊക്കെ കൊത്തിയെങ്കിൽ മാത്രമേ എൻ്റെ മുനയൊക്കെ ആണെങ്കിലും ചെറിയൊരു വളവ് വരുള്ളൂ. ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചരലിലും അത്യാവശ്യം ചെറിയ കല്ലിലൊന്നും കൊത്തിയാൽ കുഴപ്പമില്ല കേട്ടോ. ഈ മണ്ണ് കണ്ടോ, നല്ല തറഞ്ഞ മണ്ണാണ്. പിന്നെ നമ്മൾ തൂമ്പായ്ക്ക് കളിക്കുന്നവരല്ല കേട്ടോ. ഇതുപോലെ നമുക്ക് കിളച്ച് കഴിഞ്ഞാലേ നമ്മുടെ മണ്ണ് നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നല്ല പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യാം. ഇനി ഇതല്ല, നമുക്ക് ഒന്നിച്ച് മണ്ണ് ഇളക്കാം, നമ്മുടെ പുല്ല് ഇളക്കി കിട്ടും കേട്ടോ. നമ്മൾ ഇത്തിരി ആഴത്തിലൊന്ന് കൊത്തിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ആ മണ്ണ് ഇളക്കിയിട്ട് മുകളിൽ നിന്ന് ഇതിൻ്റെ ഈ പല്ലുകൊണ്ട് ആ പുല്ലിങ്ങ് വലിച്ചെടുത്താൽ മതി. നല്ലതുപോലെ നമുക്ക് മണ്ണ് ഇളകി കിട്ടും, പുല്ലും പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനീ പറഞ്ഞൊരു സംഭവം. അതായത് ഇതൊരു ബ്ലേഡാണ്. അപ്പോൾ എന്താ പറയണ്ടേ, നല്ല ടെമ്പറുള്ളൊരു ബ്ലേഡാണ്. ഇത് കിട്ടുന്നത് എവിടെ നിന്നറിയുമോ, നമ്മുടെ അടുത്തുള്ള ആക്രിക്കടകളിൽ നമ്മളൊന്ന് ചോദിച്ചാൽ മതി, അവിടെ ഉണ്ടാവും ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ റേറ്റിനൊക്കെ കിട്ടും കേട്ടോ ആക്രിക്കടകളിൽ നിന്ന് ഈ ഒരു ബ്ലേഡ്. അപ്പോൾ അങ്ങനെ എനിക്കും അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇത് കണ്ടോ, ഇതുപോലെ എന്താ പറയണ്ടേ അതിൻ്റേതായ മാതൃകയിൽ അവർ വരച്ച് കട്ട് ചെയ്ത് എന്താ പറയണ്ടേ വെൽഡ് ചെയ്തിട്ടൊക്കെ ആക്കി തന്നതാണ്.
അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ കിട്ടിയതാണ് കേട്ടോ. നമ്മൾ അറിയുന്ന ഒരാൾ വെൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്ന ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ച് അങ്ങനെ എനിക്ക് അവർ ചെയ്തു തന്നതാണ്. അപ്പം നിങ്ങളും ഇതുപോലുള്ള സംഭവം നമ്മുടെ അടുത്തുള്ള ആക്രി കടകളിലൊന്ന് അന്വേഷിച്ച് നോക്കുക. അവിടെ ചെറിയ റേറ്റിന് വാങ്ങിയിട്ടുണ്ടല്ലോ. നമുക്കറിയുന്ന ആരെങ്കിലും വെൽഡിങ്ങിൻ്റെ ഒക്കെ പണിയെടുക്കുന്നവരോട് നമ്മൾ ഈ ഒരു രൂപത്തിലൊന്ന് ആക്കി തരാമെന്ന് ചോദിച്ചാൽ മതി. തരുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ആക്കി തരും കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ട് ഇതുപോലെ നമുക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എനിക്കിത് വലിയ മുടക്കില്ലാതെ ഇതുപോലെ ചെയ്ത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഒരുപാട് പേര് ഇതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ എനിക്കിതിൻ്റെ റേറ്റ് കൃത്യമായി പറയാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ഫുൾ വീഡിയോ ആയിട്ട് വന്നത്. ഓക്കേ.